നമ്മുടെ രക്തശുദ്ധിക്ക് വേണ്ടി പലവിധ പ്രോഡക്റ്റുകളുടെ പുറകെ പോകുന്നതാണ്. അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ രക്തശുദ്ധിക്ക് വേണ്ടി ഒറ്റമൂലികളുടെ പുറകെ പോകുന്നവരുണ്ട്. രക്തശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ, ടോണിക്കുകൾ, ജ്യൂസുകൾ ഇവയെല്ലാം കലക്കി കുടിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ നമ്മുടെ രക്തം ശുചീകരിക്കുന്നതിന് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ നമ്മുടെ രക്തം ശുചീകരിച്ച് നിർത്താനുള്ള ചില ഭക്ഷണങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് വളരെ കോമൺ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന 5 ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്താം. ഒന്നാമത്തത് ഓട്സ് ആണ്. പെട്ടെന്ന് തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെന്ത് വരുന്ന ഇൻസ്റ്റന്റ് ഓട്സ് അല്ല കേട്ടോ. നിങ്ങൾക്ക് വേവിക്കാൻ ഏകദേശം 40 മിനിറ്റ് വരെ സമയമെടുക്കുന്ന സ്റ്റീൽ കട്ട് ഓട്സോ റോൾഡ് ഓട്സോ ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്തുള്ള ഈ സോലുബിൾ ഇൻസോലുബിൾ ഫൈബേഴ്സ് രക്തത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് ഗുഡ് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. രക്തത്തിൽ LDL കൂടുതലുള്ളവരെല്ലാം തന്നെ ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ് പതിവായിട്ട് ഉപയോഗിക്കുക. രണ്ടാമത്തത് മുരിങ്ങയാണ്. മുരിങ്ങയില, മുരിങ്ങക്ക പോലുള്ളവയ്ക്കകത്ത് ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട്. കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, നമ്മുടെ നീർക്കെട്ട് കുറയ്ക്കുന്നതിന് കഴിവുണ്ട്. രക്തക്കുഴലിനകത്ത് അടിഞ്ഞുകൂടുന്ന ഈ കൊഴുപ്പിനെയും മറ്റും നീക്കിക്കളയുന്നതിന് സഹായിക്കും. വൈറ്റമിൻ എ, വൈറ്റമിൻ സി നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇങ്ങനെ രക്തശുചിയാക്കാൻ സഹായിക്കും. മൂന്നാമത്തെ വാൽനട്ട് ആണ്. നമ്മുടെ രക്തക്കുഴലിനെ വൃത്തിയാക്കി രക്തത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് HDL വർദ്ധിപ്പിച്ച് നിർത്തുന്നതിന് വാൽനട്ടിലുള്ള omega-3 ഫാറ്റി ആസിഡ് സഹായിക്കും. ദിവസവും 5 വാൽനട്ട് കഴിച്ചു നോക്കുക. നാലാമത്തത് ഉലുവയാണ്. ഉലുവ ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് അറിയാമല്ലോ അല്ലെ. രാത്രി ഒന്ന് കുതിർത്തതിന് ശേഷം ദിവസവും 1-2 ടീസ്പൂൺ ഉലുവ കഴിക്കാൻ നോക്കുക. ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുകയും വണ്ണം കുറയ്ക്കുന്നതിനും പ്രമേഹം കുറയ്ക്കുന്നതിനും രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്നതിനും സഹായിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ ഭക്ഷണം കറിവേപ്പിലയാണ്. കറിവേപ്പില ഇല്ലാത്ത വീടുകളില്ല, ഉപയോഗിക്കാത്ത കറികളില്ല. എന്നാൽ കറികൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് കറിവേപ്പില എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. കളയരുത്, കഴിക്കുക. ഇത് നമ്മുടെ രക്തം ശുചീകരിക്കുന്ന, നമ്മുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പലവിധ രാസവസ്തുക്കളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണമാണ്. കൊച്ചുകുട്ടികളെ പോലും കറിവേപ്പില ശീലിക്കുക. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യും.